പരമ്പരാഗതമായി കൃഷി ചെയ്ത് പദം വന്ന മണ്ണിലും തരിശു നിലങ്ങളെ കുറഞ്ഞ കാലയളവിൽ വളക്കൂറുള്ള മണ്ണാക്കി കൃഷി ചെയ്യുന്ന രീതിയുമായിരുന്നു കേരളത്തിന്റെ കാർഷിക സംസ്കാരം. എന്നാൽ കാർഷിക വൃത്തി ഉപവൃത്തിയാക്കുകയും വരുമാനം കൂടുതൽ ലഭിക്കുന്ന മറ്റു തൊഴിലുകളിലേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്ത മലയാളി സമൃദ്ധിയുടെ ഗ്രാമവും കാർഷിക വൃത്തിയും ക്രമേണ മറന്നു പോവുകയും നഗര സംസ്കാരത്തിന്റെ പിടിയിൽ അമർന്നു പോവുകയും ചെയ്തു. മലയാളി തനിമയുടെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ തീൻമേശയിലേക്ക് പരദേശി ഭക്ഷണ പദാർത്ഥങ്ങൾ കുടിയേറി. വിഷലിപ്തമായ പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഓടുന്ന നാടായി കേരളം മാറിയപ്പോൾ രോഗികളുടെ എണ്ണത്തിലും വർധനവുണ്ടായി. ഒപ്പം ആശുപത്രികളും. ആരോഗ്യ കാർഷിക മേഖലയിൽ വരും കാലങ്ങളിൽ ഉണ്ടാകാവുന്ന വിപത്തിനെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ജനം തനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ സ്വന്തം വീട്ടുവളപ്പിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന പരമ്പരാഗത ആശയത്തിലെത്തി. ഇത്തരത്തിലുള്ള ചിന്തയാണ് സിവിൽ എഞ്ചിനീയറും ആർക്കിടെക്റ്റുമായ വിനയനെ സ്വന്തമായി പച്ചക്കറി കൃഷി തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. ആകെയുള്ള 8 സെന്റ് സ്ഥലം, വീട്, കൃഷി ചെയ്യാൻ കൂടുതൽ മണ്ണില്ല. അപ്പോഴാണ് മണ്ണുത്തി സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാരുടെ ഉപദേശവും സഹായവും തേടിയത്. തുടർന്ന് പോളി ഹൗസിലൂടെയുള്ള മണ്ണില്ലാ കൃഷി എന്ന നവീന ആശയം നടപ്പിലാക്കി. ഇതിലേക്കായി വിനയന് 2 ലക്ഷം രൂപ ചിലവായി. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത്. അതിനുശേഷം ഞാനൊരു 10 വർഷത്തോളം ഒനിഡ കമ്പനിയുടെ സർവീസ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിടയ്ക്കാണ് എനിക്ക് സിവിൽ എഞ്ചിനീയറിനോട് താല്പര്യം തോന്നുന്നത്. ഞാൻ പിന്നീട് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ചെയ്തു. അതിനുശേഷം പിന്നെ എനിക്ക് ഗൾഫിൽ കിട്ടിയിരുന്നത് ആർക്കിടെക്ട് അസിസ്റ്റൻറ്റിൻ്റെ ജോലിയാണ്. ആ ജോലി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ നാട്ടിൽ വരുന്നത്. എനിക്ക് കൃഷിയോട്, ഞങ്ങളുടെ കുടുംബം കൃഷിയോട് വളരെ താല്പര്യമുള്ളൊരു കുടുംബമാണ്. അച്ഛൻ്റെ കാലം തൊട്ട് തന്നെ കൃഷി ചെയ്യുന്നത് കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥലത്തിൻ്റെ പരിമിതി മൂലം നമ്മളതിനെക്കുറിച്ച്, പിന്നെ വെള്ളവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിരുന്നില്ല. പിന്നെ ആ സമയത്താണ് ഞാൻ ഈ സിവിൽ എഞ്ചിനീയറിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് വീടിൻ്റെ മുകളിൽ നമുക്ക് ഒരു പ്രസ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊന്ന് മനസ്സിൽ കണ്ട് ചെയ്തു തുടങ്ങിയതാണിത്. ഒരു പോളി ഹൗസിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പഠിക്കുകയും അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മണ്ണുത്തിയിലുള്ള 1-2 പ്രൊഫസർമാർ അവരെയൊക്കെ എന്നെ ഇതിനു വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പോളി ഹൗസിൽ നിലത്ത് പോളിത്തീൻ ഷീറ്റ് വിരിച്ച ശേഷം ചെറുചട്ടികളിൽ ചെടികൾ നട്ടു. നിലത്ത് ഷീറ്റ് വിരിച്ചിരിക്കുന്നതിനാൽ ചെടിയിൽ ഒഴിക്കുന്ന വെള്ളം വാർന്നൊലിച്ച് ടെറസിനും വീടിന്റെ ചുമരിനും ഉണ്ടാകാവുന്ന കേടുപാടുകൾ ഒഴിവാകുന്നു. ഇപ്പോൾ ഞാൻ ഗ്രോ ബാഗുകളാണ് ആദ്യം ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഇതിന് ലോഡ് കൂടുക എന്നുള്ളൊരു പ്രശ്നം വന്നിരുന്നു. അപ്പോൾ അത് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തിച്ചൊരിതാണ് ഈ മണ്ണില്ല കൃഷി എന്നുള്ള രീതി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പല പ്രൊഫസർമാരായിട്ട് സംസാരിച്ചു. അതിനുവേണ്ടി കുറേ സ്റ്റഡി ചെയ്തു. അതിനുശേഷമാണ് ഈ പോളി ഹൗസിൽ അനുവർത്തിക്കുന്ന ഈ ഒരു രീതി ഞാനിവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മളതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റും, പിന്നെ ആട്ടിൻ കഷ്ണം ഉണക്കി പൊടിച്ചതും, അതുപോലെ ചാണകം ഉണക്കി പൊടിച്ചത്, പിന്നെ വെർമി കമ്പോസ്റ്റ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഒരു കമ്പോസ്റ്റ് തയ്യാറായിരിക്കുന്നത്. ഒരു ബാഗിനകത്ത് ഏകദേശം ഒരു ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അത്രയും ആ ഒരു ക്വാണ്ടിറ്റി മണ്ണ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് മണ്ണിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മൂലങ്ങൾ കിട്ടണം എന്നുള്ള രീതിയിൽ മാത്രം. ഇതിൽ നിന്ന് കിട്ടുന്ന വിളവ് നമുക്ക് വളരെ നല്ല രീതിയിൽ ചെടികളുടെ വളർച്ച കിട്ടുന്നുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ജലാംശം നമ്മളധികം കൂടുതൽ വരാത്തൊരു രീതി വരണം. ജലം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം സ്റ്റോറാവും. അതുകൊണ്ട് ചെടികൾ പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പം നനയ്ക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും പറ്റും. നല്ല രീതിയിൽ എനിക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഞാനത് വീടിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു വെക്കുന്നത് നമ്മുടെ കണ്ണിൽ പെട്ടു ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഒരുപാട് നാളുകളായി നമുക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോഴാണ് ഈ പോളിത്തീൻ, ഈ UV ഷീറ്റിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ശരിക്കും പ്രസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ്. പ്രസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ, മഴ വീഴുന്നില്ല, നമുക്ക് തുണി അലക്കിയിടാം, അത്ര ഏരിയ നമുക്ക് ഉപയോഗിക്കാം. ഇത് തന്നെ ഇപ്പോൾ നമുക്ക് ഈ UV ഷീറ്റ് വെച്ചിട്ടുള്ള സ്ട്രക്ചർ ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടി നമുക്ക് കിട്ടും. ഇതാണ് ഇതിലെ ബോണസ്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ പിന്നെ നോക്കിയുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഒരു 2 ലക്ഷം രൂപയോളം ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്ത ആ ഒരു റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയെല്ലാം കിട്ടുന്നത് ലാഭമാണ്. ചാണകപ്പൊടി, കമ്പോസ്റ്റ്,
ആട്ടിൻകാഷ്ടം, ചകിരിച്ചോറ് എന്നിവയ്ക്കൊപ്പം ചെറിയ അളവിൽ മണ്ണും കൂട്ടിക്കലർത്തി ട്രേയിലെ ചെറിയ കുഴിക്കുള്ളിൽ ആദ്യം വിത്ത് പാകി മുളപ്പിക്കുന്നു. പറിച്ചു നടാൻ പാകമായ പച്ചക്കറി തൈകൾ ആദ്യമൊക്കെ ഗ്രോ ബാഗിലെ മണ്ണിൽ നട്ടുനോക്കിയെങ്കിലും നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ വിനയൻ ഒഴിവാക്കി. പകരം കമ്പോസ്റ്റ് വളം, ചകിരിച്ചോറ്, ആട്ടിൻകാഷ്ടം, കോഴിവളം എന്നിവ സമം ചേർത്ത് 1 കപ്പ് ഗുണനിലവാരമുള്ള മണ്ണ് ചേർത്ത് ഇളക്കി ബോക്സിലാക്കുന്നു. ഈ പെട്ടികളിലാണ് ചെടികൾ നടുന്നത്. ഒരു പെട്ടിയിൽ വെവ്വേറെ ഇനത്തിൽപ്പെട്ട 3 ചെടികൾ വരെ നടുന്നുണ്ട്. ഇതുമൂലം ഒരേ തരം ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങൾ ഒന്നായി എല്ലാ ചെടികളെയും നശിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. പയർ, പാവൽ, കോവൽ, വഴുതന, കൂർക്ക, പടവലം, ക്യാപ്സിക്കം തുടങ്ങി വിവിധയിനം മുളകിനങ്ങളും ഇവിടെ ഈ ടെറസിൽ കൃഷി ചെയ്തു വരുന്നു. കൃഷിയിൽ ഒപ്പം സഹായിക്കാൻ ഭാര്യ ധന്യയും സ്കൂൾ വിദ്യാർത്ഥിയായ മകനും സമയം കണ്ടെത്തുന്നുണ്ട്. ചേട്ടൻ പറയായിരുന്നു നമുക്ക് ടെറസിൽ കൃഷി ചെയ്യാം എന്നുള്ളൊരു താല്പര്യം ചേട്ടൻ പറയായിരുന്നു. അപ്പം അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തു. നമുക്കതൊരു നല്ല കാര്യം തന്നെയാണെന്നാണ് ഞാനും പറഞ്ഞത്. അതിലേക്ക് അങ്ങനെയാണ് ഞങ്ങൾ വരുന്നത് തന്നെ. ഇപ്പോൾ അത് ഞങ്ങളുടെ ഒരു ജീവിതമായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ കൃഷിയിലേക്ക് വരുന്നതിന് മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അത് ശേഖരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിനു വേണ്ടി ഞങ്ങളിപ്പോൾ പ്രയത്നിക്കുകയാണ്. അപ്പം നമ്മൾ വീട്ടിലുള്ളവർ തന്നെ, ഇപ്പോൾ ചേട്ടനായാലും മകനായാലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. മറ്റു ചിന്തകളിൽ നിന്ന് നമ്മളെ അകറ്റാൻ തന്നെ അതൊരു കാരണമായിരിക്കുകയാണ്. ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത പോളി ഹൗസിൽ സാധാരണയായി കീടങ്ങളുടെ ശല്യം കുറവായിരിക്കും. എങ്കിലും 2 ആഴ്ചയിലൊരിക്കൽ ജൈവ കീടനാശിനി പ്രയോഗം നടത്തുന്നുണ്ട്. ഇതുമൂലം ആരോഗ്യമുള്ള ചെടികളും പോഷക ഗുണമുള്ള മികച്ച വിളവും ലഭിക്കുന്നു. കീടങ്ങൾ ഈ പോളിഹൗസിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം തന്നെ UV സ്റ്റെബിലൈസ്ഡ് ഷീറ്റ് ആയതുകൊണ്ട് അതിൽ കീടങ്ങളുടെ അളവ് കുറച്ച് കുറവായിരിക്കും. അതായത് ചില കീടങ്ങൾക്ക് അൾട്രാവയലറ്റ് രശ്മികളുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് തന്നെ കുറച്ച് കീടങ്ങൾ കുറവുണ്ട്. പിന്നെ വാർക്കയുടെ മുകളിലായതുകൊണ്ടും കുറച്ച് കീടങ്ങൾ കുറവുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് സാധാരണ നിലയ്ക്ക് കീടങ്ങൾ വരുന്നുണ്ട്. അതിനെ നമ്മൾ ചെയ്യുന്നത് പുകയില കഷായം, അതുപോലെ വേപ്പിൻ കുരു സത്ത്, ഇങ്ങനെ 1-2 രീതികൾ മാത്രം. അത് ഞാൻ സാധാരണ ചെയ്യുന്നത് റെഗുലറായിട്ട് അതിന് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അസുഖം വരുന്നു എന്ന് നോക്കുന്നില്ല. അസുഖം വരാതെ തന്നെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച ഗ്യാപ്പിൽ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ തന്നെ എനിക്കത് അനുഭവത്തിൽ കീടങ്ങളുടെ ആക്രമണം വളരെ കുറവുള്ളതായിട്ട് കാണുന്നു. കിണറിനരികിൽ 4 അടി നീളത്തിലും 2.5 അടി താഴ്ചയിലും എടുത്ത ഒരു ടാങ്കിലേക്ക് കിണറിലെ വെള്ളം നിറച്ച് അതിൽ നിന്നും വളവും വെള്ളവും കൂട്ടിക്കലർത്തി പമ്പിന്റെ സഹായത്തോടെ ചെടികളുടെ ചുവട്ടിൽ ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് വിനയൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതുമൂലം അധികം വെള്ളം വാർന്നൊലിച്ച് കെട്ടിക്കിടക്കുന്നതും ചെടികൾ അഴുകിപ്പോകുന്നതും തടയാനാകുന്നു. മാത്രമല്ല ടെറസും പരിസരവും എപ്പോഴും വൃത്തിയായിരിക്കുകയും ചെയ്യും. ഡ്രിപ്പ് ഇറിഗേഷനായി ഉപയോഗിക്കുന്ന ടാങ്കിൽ
വീട്ടിന് ആവശ്യത്തിനുള്ള ഭക്ഷണയോഗ്യമായ മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട്. വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വലിയ ടാങ്ക് നിർമ്മിച്ചു. ഒരു 3 മീറ്റർ വ്യാസവും ഒരു 2.5 മീറ്റർ താഴ്ചയുള്ള ഒരു ടാങ്കാണത്. അതിൽ മീനെ വളർത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെടികൾക്ക് നനയ്ക്കുന്നത്. പിന്നെ തുള്ളി നന ആയതുകൊണ്ടും ജലം കറക്റ്റായിട്ട് ഒരു 1-2 തവണയായിട്ടാണ് നമുക്ക് അതിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെടികളുടെ വളർച്ച വളരെ നല്ല ശക്തമായ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. പിന്നെ അസോള ടാങ്ക്, അസോള നമ്മൾ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ്. നമ്മളത് അതിനെക്കുറിച്ച് അധികം അറിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഈ അസോള ഉപയോഗിച്ച് നമുക്ക് കോഴികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് ഇത് തീറ്റയാണ്. ഇതിൻ്റെ ഈ ഒരു റുട്ടീൻ ചെയ്യുന്നത് അസോളയുടെ ഈ ഇത് വെച്ച് കോഴികൾക്ക് നമുക്ക് തീറ്റ കൊടുക്കുന്നു. കോഴികൾ നമുക്ക് മുട്ട കിട്ടുന്നു. അതോടൊപ്പം തന്നെ കോഴിയുടെ വേസ്റ്റ് നമുക്ക് ചെടികൾക്കുള്ള വളമായും ഈ അസോള ടാങ്കിലുള്ള വളമായും ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ചെയിൻ സിസ്റ്റം പോലെ നമുക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വരുന്നത് ചിലവ് വളരെ കുറവാണ്. നമുക്ക് മറ്റ് ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുന്നില്ല. എന്നാൽ ഒരു പരിമിതമായ ഒരു ഐറ്റംസ് നമുക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. വീടിന്റെ പരിസരത്തായി പ്രത്യേകം വല കെട്ടി നാടൻ കോഴികളെയും പരിപാലിക്കുന്നുണ്ട് ഇവിടെ. വീടിന് ചുറ്റുമുള്ള പരിമിതമായ സ്ഥലത്ത് പപ്പായ, വിവിധയിനം വാഴ, മുരിങ്ങ, ചാമ്പ തുടങ്ങി അടുക്കള സഹായികളായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. നിത്യോപയോഗത്തിന് ആവശ്യമുള്ള പച്ചക്കറികൾ എടുത്ത ശേഷം ബാക്കിയുള്ളവ തൊട്ടടുത്ത മാർക്കറ്റിൽ നേരിട്ടെത്തിച്ച് വിപണനം നടത്തുകയാണ് വിനയന്റെ രീതി. പൂർണ്ണമായും ജൈവ പച്ചക്കൃഷി ആയതിനാൽ നല്ല വിലയും ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കാലത്ത് തന്നെ ഒരു 6 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറോളം, 1.5 മണിക്കൂറോളം ഏകദേശം ഞാൻ കൃഷിയുമായി ചെലവിടുന്നു. അതിനുശേഷമാണ് ഓഫീസിൽ പോകുന്നത്, ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം. ഇതിനിടയ്ക്കാണ് ഇതിൻ്റെ ഉള്ള വിൽപ്പന കാര്യങ്ങളെല്ലാം. ചില പച്ചക്കറികളെല്ലാം നമ്മൾ വിൽക്കുന്നത് ഇതിനിടയ്ക്കുള്ള സമയങ്ങളിലാണ്. ജോലിക്ക് പോകുന്ന സമയത്താണ് അത് കൊടുത്തു പോകുന്നത്. അല്ലാതെ ഇതിന് വേണ്ടി നമ്മൾ പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ആ സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ വിത്തുകളായാലും മറ്റുള്ള കാര്യങ്ങളും പല സ്ഥലങ്ങളിലും ശേഖരിക്കുന്നു. ഇതെല്ലാം ജോലിയോടൊപ്പമാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ വിത്തുകളായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷേ ചെറിയ തൈകളായിട്ട് നമ്മൾ കൊടുക്കുന്നു. വിത്തുകൾ മുളപ്പിച്ച് തക്കാളി, അതുപോലെയുള്ള ക്യാപ്സിക്കം, അതുപോലെയുള്ള തൈകൾ നമുക്ക് ഇവിടെ നിന്ന് ഞാനായിട്ട് ചെറിയ തോതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടുതലുണ്ടാകുന്ന പച്ചമുളക് നമ്മളിപ്പോൾ നമ്മുടെ സാധാരണ വെജിറ്റബിൾ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ചില സമയങ്ങളിൽ നല്ല വില കിട്ടുന്നുണ്ട്, ചില സമയങ്ങളിൽ വില കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഇതിന് ഒരു സാമ്പത്തികമായ ഒരു നേട്ടത്തിനുപരിയായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന നമുക്കൊരു മാനസിക സന്തോഷം, 2 നമുക്ക് പോയ്സൺ ഇല്ലാതെ ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ഇത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മുളപ്പിച്ച പച്ചക്കറി തൈകൾ ആവശ്യക്കാർക്ക് കൊടുക്കാനും വിനയന് സന്തോഷമേ ഉള്ളൂ. ചേട്ടന് കൃഷിയോടുള്ള താല്പര്യമാണ് എന്നിലേക്കും കൃഷി വളർത്താനായിട്ട് സാധിച്ചത്. ചേട്ടൻ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് ഒരു പ്രത്യേക താല്പര്യമാണ്. ഏതൊരു ചെടിയായാലും അതിന് വെള്ളം നനയ്ക്കാനും അതിനെ ശുശ്രൂഷിക്കാനും ചേട്ടനുള്ള താല്പര്യം കണ്ടാണ് ഞാൻ കൃഷിയിലേക്ക് വരുന്നത് തന്നെ. ഡ്രസ്സിന് പകരം ഒരു പോളി ഹൗസിൻ്റെ ഒരു റെയിൻ ഷെൽട്ടർ എന്ന രീതിയിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം ഇത് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. അത് തന്നെ ഏറ്റവും വലിയ ഗുണമാണ്. കാരണം നമ്മളിപ്പോൾ കാലത്തെ മുതൽ എല്ലാവരും ജോലിക്ക് പോകുന്നു, കിട്ടുന്ന കാശ് കൊണ്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ കുറേ വെജിറ്റബിൾസ് മേടിച്ച് വരുന്നു. പക്ഷേ ഇതിലടങ്ങിയിരിക്കുന്ന പോയ്സനെ കുറിച്ച് നമ്മൾ ആരും അവയർനെസ് അല്ല. അതിനുശേഷം ഇത് നമ്മൾ കഴിക്കുന്നു, ഇതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ രോഗങ്ങൾക്ക് ചിലവഴിക്കുന്ന കാശ് മതി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യം എൻ്റെ മനസ്സിലുണ്ട്. കൃഷി സാമ്പത്തിക നേട്ടം തരുന്ന ഒരു പ്രക്രിയ മാത്രമല്ല, മറിച്ച് ആരോഗ്യവും സന്തോഷവും പകരുന്ന ഒരു സംസ്കാരം കൂടിയാണ്. ഈ തിരിച്ചറിവാണ് വിനയന്റെ മുഖമുദ്ര. കുറച്ച് സ്ഥലം, കൂടുതൽ വിളവ്.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പക്ഷിപ്പനി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി. സംരംഭകത്വ വികസനത്തിന് എന്റെ സ്ഥാപനം എന്റെ സംരംഭം പദ്ധതി. ആലപ്പുഴ കുട്ടനാട് മേഖലയിൽ താറാവുകളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി. പക്ഷിപ്പനിയുണ്ടാക്കുന്ന H5 ഇനം വൈറസുകളെയാണ് കണ്ടെത്തിയത്. ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി ബയോ ലാബിലാണ് രോഗനിർണയം നടന്നത്. വൈറസ് വകഭേദം N1, N2 ഏതെന്നുള്ള പരിശോധന നടന്നുവരുന്നു. പക്ഷിപ്പനി ബാധിച്ച പഞ്ചായത്തുകളിലെ പക്ഷികളെ അന്യദേശത്തേക്ക് കൊണ്ടുപോകുന്നത് കർശനമായി തടയുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. നിയന്ത്രണമുണ്ട്. റവന്യൂ വകുപ്പും ട്രാൻസ്പോർട്ട് വകുപ്പും ആഭ്യന്തര വകുപ്പും ചേർന്നുകൊണ്ട് ആരോഗ്യ വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും നേതൃത്വത്തിലാണ് നടത്തുന്നത്. ചെറിയ ചിക്സിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതലായിട്ടും. അതോടൊപ്പം തന്നെ ബേഡ്സ് ആയിട്ടുള്ളതുമുണ്ട്. അപ്പോൾ ചിക്സിന് കോമ്പൻസേഷൻ എന്ന രൂപത്തിൽ ഒരു ചിക്സിന് 2 മാസം പ്രായം കുറവുള്ളതിന് 75 രൂപയും 2 മാസത്തിൽ കൂടുതലുള്ളതിന് 150 രൂപയും കോമ്പൻസേഷൻ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരള കാർഷിക സർവകലാശാല കേരളത്തിലെ ജൈവ കൃഷിക്ക് കാസർഗോഡിന്റെ പാഠം എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നു. നവംബർ 27 രാവിലെ 9 മണിക്ക് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സെമിനാർ ആരംഭിക്കും. കേരളത്തെ ഒരു ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് സെമിനാറിന്റെ ലക്ഷ്യം. മന്ത്രിമാർ, MLA മാർ, കൃഷി ഓഫീസർമാർ, VFPCK, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, കർഷകർ എന്നിവർ സെമിനാറിൽ പങ്കെടുക്കും. കേരളത്തിൽ സംരംഭകത്വ വികസനം സാധ്യമാക്കാൻ കിറ്റ്കോ എന്റെ സ്ഥാപനം എന്റെ സംരംഭം പദ്ധതിക്ക് രൂപം നൽകി. യുവാക്കളിൽ നിന്ന് 10 മികച്ച പദ്ധതികൾ തിരഞ്ഞെടുത്ത് അവയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകി വിജയകരമാക്കി തീർക്കാനാണ് കിറ്റ്കോ ലക്ഷ്യമിടുന്നത്. IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഫിഷറീസ്, ഫാഷൻ ടെക്നോളജി, ആയുർവേദം, ബയോടെക്നോളജി, മാലിന്യ സംസ്കരണം, കമ്മ്യൂണിക്കേഷൻ എന്നീ വിഭാഗങ്ങളിലുള്ള ആശയങ്ങളാണ് ക്ഷണിച്ചിരിക്കുന്നത്. കിറ്റ്കോയുടെ ഇന്നൊവേഷൻ ഫണ്ടിൽ നിന്നാണ് സംരംഭങ്ങൾക്ക് ധനസഹായം ലഭിക്കുക. ഹോർട്ടികോർപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, കോലഴി ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ മാസം 26, 27, 28 തീയതികളിൽ തേനീച്ച വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. തൃശൂർ കോലഴി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറുകൾ 9946853212, 9446033274, 9496003568. തിരുവനന്തപുരം കരമനയിൽ പ്രവർത്തിക്കുന്ന ക്രോപ്പ് സിസ്റ്റംസ് റിസർച്ച് സെന്ററിൽ ഉമാ നെൽവിത്ത് വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ആവശ്യമുള്ള കർഷകർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0412343586. വ്യത്യസ്ത ഏജൻസികൾ മുഖേന കർഷകർക്ക് വിതരണം ചെയ്യുന്ന രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഗുണമേന്മ പരിശോധിക്കാൻ കൃഷിവകുപ്പ് നടപടികൾ ആരംഭിച്ചു. പാലക്കാട് പട്ടാമ്പിയിലും തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്തുമുള്ള രാസവള പരിശോധനാശാലകളിൽ ഇതിനായി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തി. രാസവളങ്ങൾ കൂടാതെ സൂക്ഷ്മ മൂലകങ്ങളുടെ പരിശോധനയും ഇവിടെ നടത്തും. രാസവള പരിശോധനയ്ക്ക് സാമ്പിൾ 1-ന് 100 രൂപയും കീടനാശിനി പരിശോധനയ്ക്ക് 250 രൂപയുമാണ് ഈടാക്കുന്നത്. 1 മാസത്തിനുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കും. കർഷകർക്ക് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് സാമ്പിളുകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിവകുപ്പിന്റെ ഫെർട്ടിലൈസർ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ പട്ടാമ്പി 0462212048, തിരുവനന്തപുരം 0471253058. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 24.3. കൊച്ചി 32, 24.2. ആലപ്പുഴ 32, 24. പുനലൂർ 29.6, 20. തിരുവനന്തപുരം 32.2, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.